Hi all, today's topic is functions of finance. Functions of finance or area of finance. The finance function or functions of finance are concerned with the following four types of financial decisions. Functions of finance include four decisions. They are investment decision, financing decision, dividend decision and liquidity decision. First one is investment decision. Investment decision relates to selection of assets in which funds are to be invested by the firm. Investment opportunities are numerous, but the financial resources are limited. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ അസറ്റ്സിൽ എത്രമാത്രം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കൊണ്ട് സിമ്പിൾ ആയിട്ട് അർത്ഥമാക്കുന്നത്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. സോ ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ 2 ടൈപ്സ് ഓഫ് അസറ്റ്സ്. നമുക്ക് ഫണ്ട് സ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം? ദേ ഹാവ് ടു ബി യൂസ്ഡ് വെരി കെയർഫുള്ളി. വളരെ കെയർഫുൾ ആയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോജക്ട്സ് ഓർ അസറ്റ്സ്. നമുക്ക് ഏറ്റവും ബിസിനസ് ഫേംസിന് കൂടുതൽ പ്രോഫിറ്റ് തരുന്ന അസറ്റ്സിലായിരിക്കണം ഈ ഒരു ഫണ്ട് സ്കേഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടത്. So, funds are to be invested in 2 types of assets. രണ്ട് തരത്തിലുള്ള അസറ്റ്സിലാണ് നമുക്ക് ഫണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന് ഫിക്സഡ് അസറ്റ്സ്, രണ്ട് കറണ്ട് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിനെ ലോങ് ടേം അസറ്റ് എന്ന് പറയാം, കറണ്ട് അസറ്റിനെ ഷോർട്ട് ടേം അസറ്റ്സ് എന്ന് പറയാം. So, we can say that there are 2 types of investment decision. രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണുള്ളത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇൻവോൾവ്സ് ഹ്യൂജ് ഫണ്ട്. വലിയ ഫണ്ടായിരിക്കും, ഹ്യൂജ് ഫണ്ടായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എന്താ പറയാ, ലോങ് ടേമിലേക്കുള്ള ഒരു ഫ്യൂച്ചറിലേക്കുള്ള ബെനിഫിറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂജ് ഫണ്ടായിരിക്കും അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ ബെനിഫിറ്റ് എന്ന് പറയുന്നതും ഫ്യൂച്ചറിലായിരിക്കും, ലേറ്റ് ആയിട്ടായിരിക്കും അതിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. സിൻസ് ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ ആൻഡ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ്, ദ റിസ്ക് ഫാക്ടർ ഈസ് ഹൈ ഇൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂച്ചറിലേക്കുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അൺസർട്ടൈൻ ആണ് അല്ലെ, എന്ത് സംഭവിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിസ്കിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. Then short term investment decision is called the working capital management. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, the decisions regarding how much to be invested in assets and in what type of asset is known as investment decision. അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓരോ അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണുള്ളത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും. നെക്സ്റ്റ്, സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് is financing decision. Financing decision. Once investment decision is made, the next step is to raise finance for the concerned investment. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്ര ഓരോ അസറ്റിലും എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം ഇൻവെസ്റ്റിംഗ് ഡിസിഷനിൽ എടുത്താൽ പിന്നെയുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് അല്ലെ, അതിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഫിനാൻസിംഗ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ഫിനാൻസ്. എവിടുന്ന് ഈ ഒരു ഫിനാൻസ് കിട്ടും എന്നുള്ള ഡിസിഷനെയാണ് ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ്
ഫിനാൻസ് അവൈലബിൾ ആവുന്നത് എന്നുള്ള ഒരു സെലക്ഷൻ, അതിനെയാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ദ കമ്പനി മേക്ക് അപ്പ് ഇറ്റ്സ് ക്യാപിറ്റൽ ത്രൂ ഡിഫറെന്റ് സോഴ്സസ്. സാധാരണഗതിയിൽ ഒരുപാട് സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട് കമ്പനിക്ക് ഈ ഫിനാൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇറ്റ് ഹാസ് ടു സെലക്ട് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ടു മീറ്റ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ബെസ്റ്റ് സോഴ്സ് ആയിരിക്കണം ഫേംസ് സെലക്ട് ചെയ്യേണ്ടത്, ബിസിനസ് ഫേംസ് സെലക്ട് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഡിസിഷൻ ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ദ പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ ഒരു കേസിൽ ആ ഡിസിഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി എത്ര വേണം, ഡെപ്റ്റ് എത്ര വേണം, ഡെപ്റ്റിന്റെ രൂപത്തിൽ എത്ര ഫണ്ട് റേസ് ചെയ്യാം, ഇക്വിറ്റി രൂപത്തിൽ എത്ര ക്യാപിറ്റൽ റേസ് ചെയ്യാം എന്നതാണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രപ്പോർഷൻ ആണ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ദ കമ്പനി ഹാസ് ടു സെലക്ട് സച്ച് സോഴ്സ് ഓഫ് ഫണ്ട് ദാറ്റ് വിൽ മേക്ക് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ആ ഒരു ഡെപ്റ്റ് ഇക്വിറ്റിന്റെ ആ ഒരു കോമ്പിനേഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഫേംസ് എപ്പോഴും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഇൻ ഷോർട്ട്, ദ ഡിസിഷൻസ് റിഗാർഡിംഗ് ദ സെലക്ഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇസ് നോൺ ആസ് ഫിനാൻസിങ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ സെലക്ഷനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷനെയാണ്, ഏതൊക്കെ സോഴ്സസിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. Then the third is dividend decision. Dividend decision is concerned with the amount of profit to be distributed and retained in the firms. ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ എത്ര എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിൽ എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റിൽ എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെ പറയുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ദ മാനേജ്മെന്റ് ഹാസ് ടു ഡിസൈഡ് ഹൗ മച്ച് to distribute to shareholders by way of dividend. ഡിവിഡൻഡിന്റെ രൂപത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു. കൂടാതെ അതിന്റെ കൂടെ തന്നെ ആൻഡ് ഹൗ മച്ച് ടു റിറ്റെയിൻ ഇൻ ദ ബിസിനസ്, ബിസിനസ്സിൽ ഫ്യൂച്ചറിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നു. ആ ഒരു ഡിസിഷനെ പറയുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ. Then if the company pays lower rate of dividend, അതായത് അവർ കൊടുക്കുന്ന ബിസിനസ് ഇപ്പോൾ ഒരു ഫേംസ് കൊടുക്കുന്നത് അവരുടെ പ്രോഫിറ്റിന്റെ പിന്നെ മെജോറിറ്റി പാർട്ടും കൂടുതലായിട്ട് റീറ്റെയിൻ ചെയ്യുകയും ചെറിയൊരു പാർട്ട് മാത്രമേ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ എങ്കിൽ ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഡിസാറ്റിസ്ഫൈഡ്. ഷെയർ ഹോൾഡേഴ്സിന് വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു റിട്ടേൺ, ഡിവിഡൻഡ് എന്നുള്ള രൂപത്തിൽ റിട്ടേൺ കിട്ടുമ്പോഴാണല്ലോ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിൽ കിട്ടാതിരിക്കുമ്പോഴോ, കാരണം ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഒക്കെ ഒരു മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, റിറ്റെയിൻഡ് ഏർണിംഗ്സ് ആക്കി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ദേ വിൽ ബി ഡിസാറ്റിസ്ഫൈഡ്. ഷെയർ ഹോൾഡേഴ്സ് എന്തായിരിക്കും, ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ദിസ് വിൽ എഫക്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിന് എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യും. ഇക്വിറ്റി ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസിന് മാർക്കറ്റിൽ അത് എഫക്ട് ചെയ്യും. ദെൻ ഇഫ് ദ കമ്പനി പേസ് എ വെരി ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഇനി റീറ്റെയിൻഡ് ഏർണിംഗ്സ് അവർ കുറച്ചേ വെക്കുന്നുള്ളൂ, കൂടുതലായിട്ടും ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ദ കമ്പനി കനോട്ട് റീഇൻവെസ്റ്റ് ഇറ്റ്സ് ഫണ്ട്സ്. അത് അന്നേരം പ്രോബ്ലം തന്നെയാണ്. എന്താ പ്രോബ്ലം, ഫ്യൂച്ചറിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ വീണ്ടും സോഴ്സ് ഓഫ് ഫണ്ടിനെ അന്വേഷിച്ച് നടക്കേണ്ടി വരും ബിസിനസ് ഫേംസ്. അതേസമയം അവരുടെ അടുത്ത് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇങ്ങനെ മുഴുവനായിട്ടും ഫണ്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താലും പ്രശ്നം തന്നെയാണ്. This means that the company may find it difficult to meet funds for future expansion. അപ്പോൾ അവർക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒന്നും ഫണ്ട് ഇല്ലാത്ത അവസ്ഥ വരും, എല്ലാ ഫണ്ടും ഡിവിഡൻഡ് ആയിട്ട് അതാത് ഇയറിൽ കൊടുത്ത് തീർക്കുകയാണെങ്കിൽ. So the company has to determine the dividend payout ratio വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അതുകൊണ്ട് തന്നെ ബിസിനസ് ഫേംസ് എന്ത് ചെയ്യണം, അവരുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തീരുമാനിക്കും. അതായത് ഡിവിഡൻഡ് ആയിട്ട് എത്ര കൊടുക്കുന്നു, റിറ്റെയിൻഡ് ആയിട്ട് എത്ര കൊടുക്കുന്നു, റിറ്റെയിൻഡ് ആയിട്ട് എത്ര കീപ്പ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്ന റേഷ്യോനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് ആയിട്ടും പിന്നെയോ റീറ്റെയിൻഡ് ആയിട്ടും വെക്കുന്ന ആ ഒരു പ്രപ്പോർഷനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇൻ ഷോർട്ട് ദ ഡിസിഷൻസ് റിഗാർഡിംഗ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് ഡിവിഡൻഡ് ഡിസിഷൻ. എത്ര ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെ പറയുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ. Then the next is liquidity decision. Liquidity decision is concerned with the management of current asset. Current assetന്റെ മാനേജ്മെന്റിനെ ബന്ധപ്പെട്ടതാണ് ഈ ലിക്വിഡിറ്റി ഡിസിഷൻ
എന്ന് പറയുന്നത് ബേസിക്കലി ദിസ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ മാനേജ്മെന്റ് ആണ്. കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു മാനേജ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then liquidity decision is concerned with the short term survival അല്ലേ. ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യുക, ഡ്യൂ ഒക്കെ ഉണ്ടാവുമ്പോൾ പേ ചെയ്യാൻ വേണ്ടി പറ്റുക, ക്യാപിറ്റൽ കുറച്ച് ലിക്വിഡ് ആയിട്ട് ക്യാപിറ്റൽ ഉണ്ടാവുക, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലിക്വിഡിറ്റി ഡിസിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഷോർട്ട് ടേം സർവൈവലിന് ഇത് അത്യാവശ്യമാണ്. ഷോർട്ട് ടേം സർവൈവൽ ഉണ്ടായാലേ ലോങ് ടേം സർവൈവൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വെൻ മോർ ഫണ്ട്സ് ആർ ടൈഡ് അപ്പ് ഇൻ കറണ്ട് അസെറ്റ് എന്ന് കരുതി കൂടുതൽ ഫണ്ടും കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലിക്വിഡിറ്റി ഓഫ് ദ ഫേം വിൽ ഇംപ്രൂവ്. ലിക്വിഡിറ്റി പൊസിഷൻ കൂടും, കാരണം നമുക്കത് പെട്ടെന്ന് തന്നെ എൻകാഷ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. This means that the firm will find no difficulty in making payments of debt as and when they become due. അതായത് അത്തരം കേസസിൽ കറണ്ട് അസറ്റ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിൽ കൂടുതലായിട്ടും എന്താ പറയുക ക്യാപിറ്റൽ കണ്ടെത്തി കഴിഞ്ഞാൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്യൂ ഒക്കെ വരുമ്പോൾ ഡെപ്റ്റ് ഡ്യൂ ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പേയ്മെൻ്റ് ഒക്കെ പ്രോംപ്റ്റ് പേയ്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടി പറ്റും. വേറൊരു ഡിഫിക്കൽട്ടിയും ഫേംസിന് ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കൂടുതലായിട്ട് ക്യാപിറ്റൽ കമ്പനിയുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ. ഹൗവർ ദിസ് വിൽ റെഡ്യൂസ് ദ ക്യാപിറ്റൽ അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കരുതി ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ക്യാഷ് ഒക്കെ കറണ്ട് അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് ലിക്വിഡിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാവില്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാവുകയില്ല. എല്ലാം ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റലിലാണ് അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ജസ്റ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്താൻ ഫേംസിന് കഴിയില്ല. ദിസ് വിൽ ഫർദർ റെഡ്യൂസ് ദ അവൈലബിലിറ്റി this will further reduce the profitability of the organization. അപ്പോൾ അത്തരത്തിൽ ആവുമ്പോൾ അതെന്ത് ചെയ്യും, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും. therefore a proper balance, അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. must be maintained between liquidity and profitability. ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്നും പറയാം, in short the decision regarding how much fund are required to meet day to day financial requirement is known as liquidity decision. നമുക്ക് ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് എത്ര ഫണ്ട് ആവശ്യമാണ് എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് ലിക്വിഡിറ്റി ഡിസിഷൻ. എന്ന് കരുതി ഒരുപാട് ഫണ്ട് അവൈലബിൾ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ലിക്വിഡിറ്റി ഉണ്ടാവണം, എന്നാൽ ആ ഫണ്ട് കൊണ്ടൊക്കെ പ്രോഫിറ്റബിലിറ്റിയും ഏൺ ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഈ ലിക്വിഡിറ്റി ഡിസിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് the functions of finance are concerned with the 4 types of decisions. They are investment decision, financing decision, and dividend decision, and last liquidity decision. Okay, that's all about today. Thank you.